നമ്മുടെ മൊബൈലിൽ വളരെയധികം ഉപകാരപ്രദമാകുന്ന രണ്ട് പ്രധാനപ്പെട്ട സെറ്റിംഗ്സ് ആണ് ഇന്നത്തെ വീഡിയോ. അതായത് ഒന്ന് ഗസ്റ്റർ മോഡ്, രണ്ട് വൺ ഹാൻഡ് മോഡ്. ഇതുകൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്താണ്, എവിടെയാണ് ഈ സെറ്റിംഗ്സ് ഉള്ളത്, എങ്ങനെ എനേബിൾ ചെയ്യാം, എന്നിട്ട് എങ്ങനെ ഇത് ഉപയോഗിക്കാം എന്നൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് ഞാൻ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. നിങ്ങളുടെ മൊബൈലിലും ഈ സെറ്റിംഗ്സ് ഉണ്ടാകും. നിങ്ങൾ എനേബിൾ ചെയ്തിട്ട് തന്നെ ഉപയോഗിക്കുക. അതിൻ്റെ ഗുണങ്ങളും കാര്യങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോ കണ്ട് മനസ്സിലാക്കാം. നമുക്ക് സമയം കളയാതെ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. അതിനുവേണ്ടി നമുക്ക് മൊബൈലിലെ സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ഇവിടെ സെർച്ച് ബാർ ക്ലിക്ക് ചെയ്തിട്ട് നാവിഗേഷൻ എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്ത് സെർച്ച് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഇതുപോലെ ഓപ്ഷൻ വരും, ഗസ്റ്റർ ആൻഡ് നാവിഗേഷൻ. അവിടെ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതുപോലെയാണ് ഓപ്പൺ ആയിട്ട് വരിക. നമ്മളിപ്പോൾ ബട്ടൺസ് മോഡിലായിരിക്കും ഉണ്ടാകുക. ബാക്ക് ബട്ടൺ, ഹോം ബട്ടൺ, റീസെൻറ്റ് ബട്ടൺ, ആ മോഡിലാണ് ഉണ്ടാകുക. അതിൽ നിന്ന് മാറ്റിയിട്ട് ഗസ്റ്റർ മോഡിലേക്ക് മാറ്റുക. അപ്പോൾ അത് എന്താണ് എന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ലേൺ എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇതെങ്ങനെ സ്വൈപ്പ് ചെയ്യേണ്ടതെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇടത്തു നിന്നും വലത്തോട്ടേക്ക് ഇങ്ങനെ സ്വൈപ്പ് ചെയ്യുക, അത് ഡൺ ആയിട്ടുണ്ട്. ഇനി വലത്ത് നിന്നും ഇടത്തോട്ട് ഇങ്ങനെ സ്വൈപ്പ് ചെയ്യുക, അതും ഇവിടെ ഡൺ ആയിട്ടുണ്ട്. ഇനി താഴെ നിന്നും മുകളിലേക്ക് സ്വൈപ്പ് ചെയ്തിട്ട് ഇങ്ങനെ വിടുക. ഓക്കെ, അത് ഡൺ ആയിട്ടില്ല. ഒന്നും കൂടി നമുക്ക് നോക്കാം. ഇങ്ങനെ സ്വൈപ്പ് ചെയ്തിട്ട് വിടുക, അത് ഡൺ ആയിട്ടുണ്ട്. ഇനി താഴെ നിന്നും മുകളിലേക്ക് സ്വൈപ്പ് ചെയ്തിട്ട് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കുക. ഓക്കെ, അതും ഡൺ ആയിട്ടുണ്ട്. ഇനി താഴെ നിന്നും ഇടത്തോട്ടേക്ക് ഇങ്ങനെ ഹോം ബട്ടൺ സ്വൈപ്പ് ചെയ്യുക, കണ്ടോ, അതും ഡൺ ആയിട്ടുണ്ട്. അപ്പോൾ ഗസ്റ്റർ മോഡ് ഇവിടെ ഓൺ ആയിട്ടുണ്ട്. ഇനി ബട്ടൺസ് ഒന്നും ഇവിടെ കാണാൻ സാധിക്കില്ല. ഇനി എങ്ങനെ നമുക്ക് ബാക്ക് വരാൻ സാധിക്കും? വലത്ത് നിന്ന് ഇടത്തോട്ട് ഇങ്ങനെ സ്വൈപ്പ് ചെയ്താൽ മതി, ബാക്ക് വരാൻ സാധിക്കും. ഇനി താഴെ നിന്നും ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ റീസെൻറ്റ് ബട്ടൺ ഇതുപോലെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ ബട്ടൺസ് ഇല്ലാതെ ഈസി ആയിട്ട് മൊബൈൽ ഉപയോഗിക്കാനുള്ള ഓപ്ഷനാണ് ഗസ്റ്റർ മോഡ് എന്ന ഓപ്ഷൻ. ഓക്കെ, ഇനി വൺ ഹാൻഡ് മോഡ് എങ്ങനെ എനേബിൾ ചെയ്യാം? അതിനായിട്ട് നമുക്ക് മൊബൈലിലെ സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ഇവിടെ സെർച്ച് ബാറിൽ വൺ എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്യുക. ഓക്കെ, വൺ ഹാൻഡ് എന്ന് ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കില്ല. വൺ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരുപാട് ഓപ്ഷൻസ് കാണാൻ സാധിക്കും. കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ വൺ ഹാൻഡ് മോഡ് എന്ന ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ വൺ ഹാൻഡ് മോഡ് ഉണ്ട്. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓൾറെഡി ചിലപ്പോൾ എനബിൾ ആയിരിക്കും. ഞാനിപ്പോൾ ഗസ്റ്റർ മോഡ് ഓൺ ആക്കിയത് കൊണ്ടാണ് ഇത് എനബിൾ ആയിട്ട് കാണിക്കുന്നത്. കാരണം ഇത് എനബിൾ ആക്കണമെങ്കിൽ ഗസ്റ്റർ മോഡ് ഓൺ ആക്കിയേ പറ്റൂ. അതുകൊണ്ടാണ് ആദ്യത്തെ ഓപ്ഷൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഓക്കെ, താഴെ കാണുന്ന ഹോം ബട്ടൺ ഉണ്ടായിരുന്ന ഭാഗത്ത് ടച്ച് ചെയ്തിട്ട് താഴേക്ക് ഇങ്ങനെ ഇതുപോലെ വലിച്ചു കഴിഞ്ഞാൽ മൊബൈൽ ചെറുതായിട്ട് മാറും. ഒരു കൈ കൊണ്ട് ഉപയോഗിക്കാം. ഇനി ആരോ മാർക്കിൽ ടച്ച് ചെയ്ത് മുകളിലേക്ക് വലിച്ചു കഴിഞ്ഞാൽ വലുതായിട്ടും ഉപയോഗിക്കാം. ഓക്കെ, അങ്ങനെയുള്ള ഓപ്ഷനാണ്. ഞാനിപ്പോൾ ബാക്ക് വന്നിട്ട് ഇവിടെ ഹോം സ്ക്രീൻ ഉള്ള ഭാഗത്ത് തന്നെ ഞാൻ കാണിച്ചു തരാം. ഹോം ബട്ടൺ ഇരിക്കുന്ന ആ ഒരു ഭാഗത്ത് ടച്ച് ചെയ്തിട്ട് താഴേക്ക് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ മൊബൈൽ ചെറുതായിട്ട് മാറും. നമുക്ക് വളരെ ഈസി ആയിട്ട് ഒരു കൈ കൊണ്ട് ഉപയോഗിക്കാൻ സാധിക്കും. വളരെ നല്ലൊരു ഓപ്ഷനാണ്. പല സന്ദർഭങ്ങളിലും നിങ്ങൾക്ക് ഇത് വളരെയധികം ഉപകാരപ്രദമായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഓപ്ഷനും നിങ്ങളുടെ മൊബൈൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനേബിൾ ചെയ്ത് ഉപയോഗിക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ പല സന്ദർഭങ്ങളിലും നമുക്ക് ഈ സെറ്റിംഗ്സ് വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ളതാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയവുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.